ഹായ് എവരിവൺ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. വളരെ കുറഞ്ഞ സമയമേ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കാൻ പറ്റും. നമ്മുടെ ചാനലിലുള്ള വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. അപ്പോൾ നമുക്ക് ചാർട്ട് അനാലിസിസിലോട്ട് പോകാം. അപ്പം ഏതാ ചാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് BBTC, ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ്റെ ചാർട്ടാണ് നോക്കുന്നത്. BBTC എന്ന് ട്രേഡിംഗ് വ്യൂ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിം അനാലിസിസ് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഓവറോൾ ഇത് മുകളിലോട്ട് തന്നെയാണ് പോയേക്കുന്നത്. ഈ ഒരു ഏരിയ ഇവിടം കഴിഞ്ഞ് അപ്പം ഈ ചാർട്ട് സ്റ്റാർട്ട് ആയേക്കുന്നത് ഏകദേശം ഒരു 95 മുതലുള്ള ചാർട്ടാണ്. വലിയ കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നുന്നു. അപ്പം നമുക്ക് ഈ ഒരു ചാർട്ട് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മളിതെല്ലാം നമ്മൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോസായിട്ട് നമ്മൾ പ്ലേലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതാണ്ട് ഇവിടെ നമ്മളൊരു സപ്പോർട്ട് വരച്ചു. ഇനി എന്താ നമ്മൾ വരയ്ക്കണ്ടേ? റെസിസ്റ്റൻസ്. കാരണം നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് വരച്ചു. അപ്പോൾ ഈ ഒരു ചാനലിനകത്തോടാണ് ഇന്ന് പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. പിന്നെ അതൊരു മുമ്പുണ്ടായിരുന്നൊരു എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ആൻഡ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം എന്താണ് നമ്മുടെ റെസിസ്റ്റൻസ് വരെ. പക്ഷേ ഇത് കുറച്ച് നാൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. മന്ത്ലി പാറ്റേണാണ് ഞാൻ വരച്ചോണ്ട്. വീക്കിലിയിലും എൻട്രി കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഒരു മന്ത്ലി എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വരെ ഒരു 1000% മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് സെയിം ആയിട്ട് തന്നെ അവിടെ ഒരു ബ്രേക്ക് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കൃത്യം ക്ലോസിങ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു വീക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. താഴെ വോളിയം നോക്കാൻ നേരത്ത് വോളിയം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വോളിയം ഉണ്ട്. അപ്പം ഇതിൻ്റെ അടുത്തൊരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും ഇങ്ങനെ കുറച്ച് നിന്നിട്ട് മുകളിലോട്ടുള്ളൊരു പോക്ക് തന്നെ ആയിരിക്കണം. അപ്പം അത്യാവശ്യം നല്ല ഏണിങ്സ് കിട്ടും. കുറേ നാൾ വെയിറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങൾക്ക് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ കിട്ടിയാൽ മാത്രം നിങ്ങൾ എൻട്രി എടുക്കാവൂ. കിട്ടിയാൽ പോലും കുറേ നാൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഇങ്ങനെ പോയിട്ട് ചിലപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ നിന്നിട്ട് ചിലപ്പോൾ ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അത്രയും നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ നോക്കിയിട്ട് തന്നെ വേണം. അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ്, അതിൻ്റെ ഫ്യൂച്ചറിലെ ഗ്രോത്ത് അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം വളരെ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വീഡിയോ തീരാറായി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത്ര സമയമായി നമുക്ക് ചെറിയൊരു വീക്കിലി ടൈം ഫ്രെയിം കൂടെ നോക്കാം. ഇവിടെ കുഴപ്പമില്ലാത്ത ക്യാൻഡിൽസ് തന്നെയാണ് വീക്കിലി ബ്രേക്ക് ഔട്ടിൽ നടന്നിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാൻഡിൽസ് ഉണ്ട്. കാരണം ഒരു 3-4 വീക്ക് അറൗണ്ട് ഉണ്ട് ഇവിടെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീക്കിലി നോക്കിയാലും കുഴപ്പമില്ലാത്തൊരു എൻട്രി നമുക്ക് കാണാം. പിന്നെ ഒരു ലോവർ ടൈം ഫ്രെയിമിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. ലോവറായിട്ടുള്ള ടൈം ഫ്രെയിമിൽ പോകുമ്പോഴും ഒരു 4 അവർ എടുക്കുമ്പോഴും ഏകദേശം കുഴപ്പമില്ലാത്തൊരു അതാണ് കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഈ താഴെ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. അത് 100% മുകളിലോട്ടേ പോകത്തുള്ളൂന്നൊന്നുമല്ല പറയുന്നത്. ഏകദേശം നമുക്ക് അവിടെ ഒരു എൻട്രി നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനത് മന്ത്ലി തന്നെ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് മുകളിലാണ് നമുക്ക് ഈ റെസിസ്റ്റൻസ് എന്നൂടെ നോക്കാം. ഇവിടെ അത്യാവശ്യം നിങ്ങൾക്കത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പോയിൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ചിലവർ വിചാരിക്കുന്നത് 2000 സംതിങ് രൂപയുടെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പ്രയോജനമില്ല. അതങ്ങനല്ല. നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് വേസ്റ്റ് ആകത്തില്ല. നിങ്ങൾക്ക് ഇതൊരു പാറ്റേൺ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു 300 രൂപ 200 രൂപ അതിലും താഴെയുള്ളതാണെങ്കിലും നല്ലൊരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ സെയിം പാറ്റേൺ തന്നെ ആവർത്തിക്കും. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രൈസ് ആക്ഷൻ വീഡിയോസ് മുഴുവൻ കാണുവാണെന്നുണ്ടെങ്കിൽ, കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് അറിവുകൾ കിട്ടും. അത് ചുമ്മാ പറയുന്നില്ല, നിങ്ങൾ ഓരോ വീഡിയോസ് കണ്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കും. ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ സിമ്പിളാക്കി നിങ്ങൾക്ക് പറയുന്നത്. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ എപ്പോഴും ഏണിങ്സ് അല്ലെങ്കിൽ ഒരു അറിവ് കിട്ടണമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. കോളായിട്ട് കാണരുത്. ഞാൻ ഇവിടെ വെച്ചെടുക്കുക അവിടെ വെച്ചെടുക്കുക എന്ന് ഞാനത് പറയുന്നില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഞാൻ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നല്ല ഏണിങ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.